എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. Ten of Cups, Five of Swords, Eight of Cups, Eight of Swords, Three of Swords. Okay, next card വന്നിട്ട് Chariot energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് 10 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം, നിങ്ങൾ കാത്തിരുന്ന ആ ഒരു ജീവിതം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ലഭിക്കുന്നത്. ലൈഫ് നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം, ഒരു കുടുംബം, ഒരു സന്തുഷ്ട കുടുംബം എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് ബ്ലിസ് ആണ് കാണിക്കുന്നത്. അതായത് ഫാമിലി, പേഴ്സണൽ ലൈഫിൽ ഒത്തിരി തൃപ്തിയും സന്തോഷത്തോടും കൂടിയിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സംതൃപ്തിയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എന്തൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എങ്കിലും അതിനെയൊക്കെ ആ ഒരു സാഹചര്യം ഒക്കെ അത് താൽക്കാലികമാണ്. നെഗറ്റീവായിട്ടുള്ള എനർജീസ് എല്ലാം തന്നെ താൽക്കാലികമായിട്ടുള്ളൊരു എനർജിയാണ്. പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക്, ഒരു ഫാമിലി, ഒരു പേഴ്സണൽ ലൈഫിലേക്കാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം, നിങ്ങളുടെ ഫാമിലി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫ് അവരുടെ ജീവിതത്തിലും അവരുടേതായിട്ടുള്ള, എല്ലാവരും ഒരു ഫാമിലി കൂടാതെ അവരുടേതായിട്ടുള്ള പല ചിന്തകൾ, അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളിൽ മാറ്റങ്ങൾ, ഇപ്പോൾ അവർക്ക് ജോലി ഉള്ളവരാണെങ്കിൽ ജോലിയിൽ മാറ്റങ്ങൾ, അവരുടെ ജോലിയിൽ പ്രമോഷൻ, അതുപോലുള്ള കാര്യങ്ങൾ, കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളുടെ ജീവിതത്തിൽ തൃപ്തികരമായിട്ടുള്ള സാഹചര്യങ്ങൾ, സ്കൂൾ, അതുപോലുള്ള കാര്യങ്ങൾ, അച്ഛനമ്മ, സഹോദരങ്ങൾ, അവരുടെ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്ന അച്ഛനമ്മമാരോടൊപ്പം ജീവിക്കുന്നവരാണ്. അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ അടുത്തിടയ്ക്കായിട്ട് അവർക്ക് മാനസികവും ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചിട്ട് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത് ഒരു പോസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത്, ഒരു തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യം എന്നുള്ളത്. ആ ഒരു പോസിറ്റിവിറ്റി വളരെ 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 തൃപ്തി അവർക്ക് ജീവിതത്തിൽ നൽകുന്ന ഒരു കാര്യമെന്ന് തന്നെ പറയാം. നിങ്ങൾ ജീവിതം ആസ്വദിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക, ജീവിതം ആസ്വദിക്കാനുള്ളത് തന്നെയാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 5 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു എനർജി 5 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, നഷ്ടസ്വപ്നങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അധികം ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. വരാനിരിക്കുന്ന സംതൃപ്തിയെക്കുറിച്ചിട്ട് ആലോചിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മാറ്റം ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ നഷ്ടങ്ങളും ലാഭങ്ങളും ജീവിതത്തിലുണ്ടാവും. നഷ്ടങ്ങളുണ്ടായാൽ നഷ്ടപ്പെട്ടു പോയതിനെ ആലോചിച്ചിരിക്കാതെ പുതിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈലാണോ മാറേണ്ടത്, നിങ്ങളുടെ ചിന്താഗതി, ജീവിതത്തിലോടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണോ, ഫിലോസഫിയാണോ മാറ്റേണ്ടത്, നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്താഗതി, നിങ്ങളുടെ ഇന്നർ ബിലീഫ് സിസ്റ്റമാണോ മാറ്റേണ്ടത്, എന്താണ് നിങ്ങളുടെ മാറ്റേണ്ടത് എന്നുള്ളതിൽ മാറ്റം വരുത്തുക. ഇപ്പോഴാണ് അതിന് പറ്റിയ സമയം. ഇപ്പോൾ ആക്ഷൻ എടുക്കേണ്ടുന്ന സമയമാണ്. ഈ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളൊരു രീതിയിലാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഏത് രീതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിലേക്കാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. മാറ്റം എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളിലാവും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തി, നമ്മൾ പറയും ചില ആളുകളുടെ ഹെയർ സ്റ്റൈൽ, അവരുടെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും, അവരുടെ മൊത്തത്തിൽ അവരെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, അവരുടെ ഒരു ഹെയർ സ്റ്റൈൽ ആയിരിക്കും എന്തോ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭംഗി എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് തന്നെ സ്വയം തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം അപ്പോൾ തന്നെ ആ ഒരു മാറ്റം അവർക്ക് കാണാനായിട്ട് പറ്റും. മറ്റുള്ളവർക്ക് അവരുടെ ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അവരുടെ ഭംഗി തെളിഞ്ഞു കാണാൻ പറ്റുന്നു എന്നുള്ളത് ചില ആളുകളുടെ കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ ഭംഗി എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള ഭംഗിയിൽ കാര്യമില്ല എന്ന് പറഞ്ഞാലും
ഓരോരുത്തർക്കും അവരവരുടെ ഉള്ളിൽ തന്നെ അവരവരെ കാണുമ്പോൾ കോൺഫിഡൻസ് തോന്നണമല്ലോ. ആ ഒരു കോൺഫിഡൻസ് അവരുടെ മനസ്സിലേക്ക് വരുന്നു, ആത്മവിശ്വാസം വരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സമയത്ത് കാണിക്കുന്നത്. കാരണം നെക്സ്റ്റ് വന്നിട്ടുള്ളത് 8 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് മാത്രം ആലോചിച്ച് ജീവിതം നശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതം ഇനിയും എങ്ങനെ നശിപ്പിച്ച് കളയാതെ ജീവിതത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 8 ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായതിനെ കുറിച്ച്, കാരണം ഇവിടെ വ്യത്യസ്തമായിരുന്നെങ്കിൽ ജീവിതം നിങ്ങൾ വിശ്വസിക്കും. നമ്മൾ ഒരിക്കൽ സംഭവിച്ചു പോയിട്ടുള്ള കാര്യം അങ്ങനെ അല്ലാതിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അത് സംഭവിച്ചു പോയി. അത് സംഭവിച്ചു പോയതിന് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇനി സംഭവിക്കാൻ പോകുന്നതിനെ നമ്മൾക്ക് പക്ഷെ മാറ്റാൻ പറ്റും. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി മുന്നോട്ടേക്ക് കട്ട് യുവർ ലോസസ്, ആ ഒരു നഷ്ടങ്ങൾ വിട്ടിട്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ. നഷ്ടപ്പെട്ടു പോയത് ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് ആയിരിക്കും. കാരണം 8 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ചില നഷ്ടങ്ങൾ റിലേഷൻഷിപ്പ്, കാരണം ചില വ്യക്തികൾ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളതായിട്ട്, നിങ്ങളുടെ വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഡിവോഴ്സ് സിറ്റുവേഷൻ ആയിരിക്കാം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളായിരിക്കാം നിങ്ങളോട് ഒരുമിച്ചിരിക്കുന്നുണ്ടാവില്ല, ആ സൗഹൃദം വിട്ടുപോയിട്ട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കും, നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയായിരിക്കും, എന്ന് നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നു, നിങ്ങൾ വഴക്കടിച്ച് സന്തോഷിച്ച് ജീവിതം ആസ്വദിച്ച് പോകുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ വഴക്കടിച്ച് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ട് അവരും ആയിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ അവർ നിങ്ങളായിട്ട് മിണ്ടുന്നില്ല, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ആവും. ചില റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടാവും. അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പും ആവാം. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ ഒരു 3 മാസത്തിലധികമായെങ്കിൽ നിങ്ങൾ വീണ്ടും അതിൽ തന്നെ ആലോചിച്ചിരുന്നാൽ ആ ഒരു വ്യക്തിയായിട്ട് ഒരു റീകൺസിലേഷൻ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാകും, പക്ഷെ നടന്നിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾ ലൈഫിൽ മൂവ് ഓൺ ചെയ്യാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളല്ല, ആ വ്യക്തി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണെങ്കിൽ പോലും ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകെ പിന്നെ നടന്നിട്ട് കാര്യമില്ല. ഒരു ദിവസം അവരത് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരുമെങ്കിൽ വരും, ഇല്ല എങ്കിലും നിങ്ങൾക്ക് ജീവിക്കണം. കാരണം ഇവിടുത്തെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരാളെയും കണ്ടിട്ടല്ല നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക. കാരണം നെക്സ്റ്റ് വന്നിട്ട് എഗെയിൻ 8 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. 8 ഓഫ് സോർട്സ് എനർജി നിങ്ങൾ ഒരിടത്തും നിങ്ങളെ തളച്ചിടേണ്ടുന്ന കാര്യമില്ല. കാരണം ജീവിതം മുന്നോട്ടേക്ക് പോകാനുള്ളതാണ്. ഇതൊരു എക്സ്ട്രീംലി നെഗറ്റീവ് മെൻറ്റാലിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അൺഹാപ്പിയാണ് ഈ ഒരു സിറ്റുവേഷനിൽ, ബട്ട് യു ക്യാൻ ചേഞ്ച് തിങ്സ്. നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഫ്യൂച്ചർ പൊസിഷനിലേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടെമ്പററി ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഒരിക്കലും സ്റ്റക്കല്ല. നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. ജീവിതം ഒരിക്കലും ആർക്ക് വേണ്ടിയിട്ടും നിൽക്കുന്നില്ല. ജീവിതം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാണ് എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നത്. പക്ഷേ അത് ചിലപ്പോൾ മനസ്സുകൊണ്ടായിരിക്കും, ചിലപ്പോൾ മൊത്തത്തിൽ ഫിസിക്കലി മെൻ്റലി നമ്മൾ ഒരിടത്ത് സ്റ്റക്കാണ്. അതല്ല ഇപ്പോൾ വേണ്ടത്. 3 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. മൂവ് ഓൺ ചെയ്യുക. സ്ട്രോങ് മെസ്സേജാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. പലരെ സംബന്ധിച്ച് ഇത് പ്രത്യേക ചില വ്യക്തികൾക്കുള്ളൊരു മെസ്സേജ് ആവാം. കാരണം ഈ ഒരു മെസ്സേജ് 3 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും അവിടെ തങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണ്. യു ആർ ഫീലിംഗ് പെയിൻഫുൾ. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരുടെയോ മരണമോ മറ്റെന്തോ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ലൈഫ് ഹാസ് ടു ഗോ ഓൺ. അതുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റിൽ തന്നെ തങ്ങി നിൽക്കാതിരിക്കുക, കഴിഞ്ഞ കാലത്തിൽ പോവാതിരിക്കുക. ഇവിടെ ചില ആളുകൾ മരിച്ചു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികളെ സമീപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കുക. കാരണം നിങ്ങൾ അതിലേക്ക് തന്നെ തിരിച്ചു പോകാൻ, നിങ്ങൾ മുന്നോട്ടേക്കാണ് പോകേണ്ടത്. അവരെ പോയ ആളുകളെ തിരിച്ച് പിടിച്ച് നിർത്താതിരിക്കുക. ചെറിയ എനർജിയാണ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് പേഴ്സണൽ ആൻഡ് എൻഡിങ് പ്രൊഫഷണൽ ലൈഫിലേക്ക് എന്നുള്ള രീതിയിൽ. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നിങ്ങൾക്ക് ഒത്തിരി ഉയരത്തിലേക്ക് പോകേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം പീരീഡ്. നിങ്ങളെ തന്നെ പുറകോട്ടേക്ക് വലിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ മുന്നോട്ടേക്ക് കരിയർ, ജോലി സംബന്ധമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് പോകുന്ന സമയമാണ്. ഫിനാൻഷ്യലി സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം
ഒത്തിരി ഉയരത്തിലേക്ക്, നിങ്ങൾ ചിലപ്പോൾ സ്വന്തമായിട്ട് വീടില്ലാത്തൊരു വീട് വാങ്ങിക്കുക, വാഹനം വാങ്ങിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിയൊരു സമയമാണ്. ഒരു ടൈം നിങ്ങൾ ഇമോഷണലി ആരുടെയെങ്കിലും ഒത്തിരി ഡിസ്റ്റർബ് ആണെങ്കിൽ ആരുടെയെങ്കിലും സഹായം, അതായത് ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റിൻ്റെ, കൗൺസിലറുടെയൊക്കെ സഹായം തേടുന്നതും നല്ലതായിരിക്കും എന്നുള്ളത് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. താങ്ക് യു ഫോർ കൺസൾട്ടിങ്. Thank you for watching.